എൻ്റെ പുതിയ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല. പഴയ വീട്ടിൽ നിന്ന് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെള്ളം കുറേ നാളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ സാധനങ്ങൾ മാറ്റലും ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതെല്ലാം ലോറിയിലാണ് ഒരുമിച്ച് കയറ്റി വന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു ലക്കി ബാമ്പു നമുക്കൊന്ന് ഇൻഡോറിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ലക്കി ബാമ്പു നമുക്കിങ്ങനെ മേലത്തെ ഭാഗം കുറച്ച് നന്നായിട്ട് നിൽക്കുന്ന ബ്രാഞ്ചസിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഷോപ്പിലും ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ അത് നല്ല റേറ്റാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മേലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയിലും പെടാണ്ട് കുറേ നാളായിട്ട് ഇതിനധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിന്നത്. ഞാൻ അധികം കുറേ കാലമായിട്ട് വെള്ളമൊന്നും നേരെ കൊടുക്കാറില്ല. ശരിക്കും അമ്മ എപ്പോഴെങ്കിലും കൊടുക്കുന്നതല്ലാണ്ട് ഞാനായിട്ടൊന്നും ചെയ്യാറില്ലായിരുന്നു ഈ ഒരു പ്ലാന്റ്. അപ്പോൾ അങ്ങനെ നിന്ന് പോയതാണ് കേട്ടോ. അത് ഒരു സൈഡിൽ നിന്നതായിരുന്നു വീടിൻ്റെ, പഴയ വീടിൻ്റെ. അപ്പോൾ ഓക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോരോ ബ്രാഞ്ചസ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ താഴത്ത് വരുന്ന കുറച്ച് ലീവ്സൊക്കെ മാറ്റി മേളിൽ മാത്രം കുറച്ച് ലീവ്സ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ, ഭയങ്കര ശക്തിയായിട്ടൊന്നും വീഴാൻ പാടില്ല, എന്നാൽ ലീവ്സിനൊക്കെ ഭയങ്കര ഡാമേജ് വരും. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാണ് ഞാൻ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ചെറിയതായിട്ടൊരു യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് ലീവ്സിന്. അതൊന്നും സാരില്ല. ഞാൻ എന്തായാലും ഇതിങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഈ ലീവ്സ് കളയണ്ടെന്ന് വെച്ചിട്ട്. ഇനി പിന്നീട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് മോശമായിട്ട് ലീവ്സ് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആ ലീവ്സൊക്കെ മാറ്റാം, എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ കണ്ടോ ഈ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചത്. ഞാൻ വേറെ ഒന്നും പെബിൾസോ ഒന്നും ഇട്ടിട്ടില്ല. പെബിൾസൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പെബിൾസ് ഉണ്ട്. അതൊക്കെ എവിടെ കിടക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം എല്ലാ സാധനങ്ങളും മാറ്റിയപ്പോൾ എന്തൊക്കെയാണ് എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ല. എൻ്റെ വീട് ഓപ്പൺ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു. പക്ഷേ ഇത് വെച്ച് 2 ദിവസം ഞാൻ ഇനി വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നുന്നില്ല. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഒരു ടേബിളിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം.